വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതോടെ ജില്ലയിൽ ബിജെപിയും എൻഡിഎയും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്. ഇത്തവണ ബിജെപിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ പാർട്ടിക്ക് എത്രമാത്രം വളർച്ചയുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദേവികുളം മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ ആളുകൾക്കിടയിലെ സ്വാധീനം പാർട്ടിക്കും മുന്നണിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണെന്നും ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇപ്പം നമ്മൾ എല്ലാവരും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്ക് നല്ലൊരു വിജയം ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുകളോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് പാർട്ടിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം പാർട്ടി നല്ല നല്ല സീറ്റുകൾ പിടിച്ച് തന്നെ പാർട്ടിയുടേതായിട്ടുള്ള ഒരു വ്യക്തമായ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവരുമെന്നുള്ളതാണ് പാർട്ടിയുടെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നമ്മൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരിലേക്കും എത്തിയിട്ടുള്ള ഒരു മുൻ MLA കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട് ഈ മേഖലയിൽ. അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഓരോ ഓരോ മേഖലയിലുള്ള, അതായത് തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ആളുകളിൽ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് നല്ല ഒരു ലീഡോടുകൂടിയുള്ള വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പം പാർട്ടിയിലെ എല്ലാ നേതൃത്വത്തിനുൾപ്പെടെ എല്ലാ അണികൾ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒരു വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. തൊടുപുഴ നിയമസഭാ മണ്ഡലം ബിജെപിക്ക് വല്ലാതെ വേരോട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ അവിടെ ഘടകകക്ഷിയായ 2020 സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് അണികളിൽ ഒരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്നൊരു ആശയമുണ്ട്. അത് വോട്ടിങ്ങിനെ ബാധിക്കുന്ന ഒരു ആശങ്ക നേതൃത്വത്തിനുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം പാർട്ടിക്ക് പലവട്ടം BDJSനും നൽകിയിട്ടുണ്ട്, ഘടകകക്ഷികൾക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് പാർട്ടി പലപ്പോഴും മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ BDJSന് പകരം നമ്മുടെ ഘടകകക്ഷിയായിട്ടുള്ള 2020 ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹം നേരത്തെ മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ താമസവും അവിടെ തന്നെയാണ്. അപ്പോൾ പാർട്ടി പ്രതിപക്ഷത്താണ് ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ. ആ രീതിയിൽ നോക്കുമ്പോൾ പാർട്ടിക്ക് വ്യക്തമായ ലീഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇപ്രാവശ്യം നമ്മൾ സ്ഥാനാർത്ഥി.